അതുപോലെ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം എത്ര? അതായത് ഇവിടെ കോണുകൾ തന്നിരിക്കുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണമാണ്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് 30ഉം 60ഉം ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 30, 60, 90 ഇത് കാണുമ്പം ഒരു മട്ടത്രികോണമായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിട്ട് സങ്കല്പിക്കുക. അപ്പം ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വശങ്ങളുടെ അംശബന്ധം, ഇവിടെ അതായത് ഈ മട്ടത്രികോണത്തിന്റെ കേസിൽ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഓക്കെ, അതായത് ഇതിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം എന്ന് പറയുന്നത് 2x ആണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഇവിടെ എക്സും ഇവിടെ √3x ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു വശത്തിന്റെ നീളം 4 തന്നിട്ടുണ്ട്. സപ്പോസ് ഞാനിവിടെ ഈ എക്സ് എന്ന് പറയുന്നത് 4 ആയിട്ട് കൺസിഡർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം ഇപ്പൊ എത്ര ആയിരിക്കും? 2x അല്ലേ? അതായത് കർണം നമുക്കറിയാമല്ലോ, പാദം, ലംബം, കർണം. അതൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ റൈറ്റ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇതിനെ പറ്റിയിട്ട് ഇടുന്നതായിരിക്കും. സോ ഇവിടെ ഇപ്പൊ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണ്, 2x ചെയ്താൽ മതി. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത്, ഒരു വശം എന്ന് പറയുന്നത് 4ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ അറിയാൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പൊ 2x 2 × 4 8 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ.